നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആദ്യമായി കോടികളുടെ സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് വന്ന് വീഴുന്ന ആ നിമിഷം നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ബിസിനസ് വിജയിച്ചു കഴിഞ്ഞു എന്ന്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യത കൃത്യം 10 ഇരട്ടിയായി വർദ്ധിക്കുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് ഫണ്ടിംഗ് കിട്ടുക എന്നതാണ് ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ്. എന്നാൽ ബിസിനസ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ആദ്യ ഫണ്ടിംഗ് കിട്ടിയ ശേഷം അടുത്ത 18 മാസത്തിനുള്ളിൽ തകർന്നുപോയ കമ്പനികളാണ് ഇവിടെ കൂടുതലും. നിങ്ങളുടെ ബിസിനസ്സിന് ഇതേ അബദ്ധം സംഭവിക്കാതിരിക്കാൻ ആദ്യ ഫണ്ടിങ്ങിന് ശേഷം പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഈ വർഷം മാത്രം പുറത്തുവന്ന ഡേറ്റകൾ നോക്കിയാൽ ഒരു ഞെട്ടിക്കുന്ന സത്യം കാണാം. ഹാർഡ്വേർഡ് ബിസിനസ് റിവ്യൂവിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം വലിയ തുകകളുടെ ഫണ്ടിംഗ് ലഭിച്ച ശേഷവും പരാജയപ്പെടുന്ന സ്റ്റാർട്ടപ്പുകളുടെ പ്രധാന കാരണം മോശം ക്യാപിറ്റൽ അലോക്കേഷനാണ്. അതായത് കിട്ടിയ പണം എവിടെ, എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നറിയാത്ത അവസ്ഥ. ഈ വീഡിയോയിൽ നിങ്ങൾ ഫണ്ടിംഗ് കിട്ടിയ ഉടൻ ഭൂരിഭാഗം ഫൗണ്ടർമാരും വീഴുന്ന ആ 3 വലിയ കെണികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. പണം പല വിഭാഗങ്ങളിലേക്ക് എങ്ങനെ കൃത്യമായി ഭാഗിക്കണമെന്ന് കണ്ടെത്തും. ഒപ്പം നിങ്ങളുടെ ബിസിനസിന്റെ ആയുസ് കൂട്ടാനുള്ള ബഡ്ജറ്റിംഗ് സ്ട്രാറ്റജികൾ നേടും. അതിനൊപ്പം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാനൊരു പ്രധാനപ്പെട്ട ഫോർമുല പറഞ്ഞു തരാം. നിങ്ങളുടെ കമ്പനി അടുത്ത മാസം പൂട്ടുമോ ഇല്ലയോ എന്ന് കൃത്യമായി പ്രവചിക്കാൻ സഹായിക്കുന്ന, അധികം ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ആദ്യത്തെ ഫണ്ടിംഗ് ചെക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഫൗണ്ടർമാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാമോ? ദ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി, അഥവാ ഞങ്ങളുടെ പക്കൽ ഇനി ആവശ്യത്തിന് പണമുണ്ട് എന്ന അമിതമായ ആത്മവിശ്വാസം. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരുമിച്ച് വലിയൊരു തുക കാണുമ്പോൾ പലരും തങ്ങളുടെ അടിസ്ഥാന ബിസിനസ് മോഡൽ മറന്ന് പെരുമാറാൻ തുടങ്ങും. ഇവിടെയാണ് ആദ്യത്തെ വലിയ അബദ്ധം സംഭവിക്കുന്നത്. വാനിറ്റി സ്കെയിലിംഗ്, അഥവാ അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ദൂർത്തടിക്കുക. ഉദാഹരണത്തിന്, ഉടൻ തന്നെ കൊച്ചിയിലോ ബാംഗ്ലൂരിലോ ഏറ്റവും ആഡംബരമുള്ള ഒരു ഓഫീസ് സ്പേസ് വാടകയ്ക്കെടുക്കുക, ബ്രാൻഡിങ്ങിന് വേണ്ടി ലക്ഷങ്ങൾ ഒഴുക്കുക, അല്ലെങ്കിൽ അത്യാവശ്യമില്ലാത്ത പ്രീമിയം ടൂളുകൾ വാങ്ങിക്കൂട്ടുക. പലരും ചിന്തിക്കുന്നത് നല്ലൊരു ഓഫീസ് ഉണ്ടാക്കിയാൽ ബിസിനസ് വളരുമെന്നാണ്. എന്നാൽ ഞാൻ പറയും, പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ഓഫീസിന്റെ ഭംഗിക്ക് പണം മുടക്കുന്ന ഒരു സ്റ്റാർട്ടപ്പും ദീർഘകാലം നിലനിൽക്കില്ല. നിങ്ങൾ കസ്റ്റമറുടെ പ്രശ്നമല്ല പരിഹരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഈഗോയാണ് സംതൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഒരു ഇൻവെസ്റ്റർ നിങ്ങൾക്ക് പണം തരുന്നത് നിങ്ങളുടെ ആഡംബര ജീവിതത്തിനല്ല, മറിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വാല്യൂ കൂട്ടാനും കസ്റ്റമേഴ്സിലേക്ക് കൂടുതൽ വേഗത്തിൽ എത്താനുമാണ്. നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം നിങ്ങളുടെ പ്രോഫിറ്റ് അല്ല, അത് നിങ്ങളുടെ ബിസിനസ് വളർത്താൻ ആരോ ഒരാൾ തന്ന കടമാണ്. അക്കൗണ്ടിൽ പണം വന്നു എന്ന് കരുതി നിങ്ങളുടെ പഴയ ബൂട്ട് സ്ട്രാപ്ഡ് മെന്റാലിറ്റി, അതായത് പണം സൂക്ഷിച്ച് മാത്രം ചെലവാക്കുന്ന ആ ശീലം നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. അക്കൗണ്ടിലെ കോടികളേക്കാൾ വലുത് നിങ്ങളുടെ കസ്റ്റമറുടെ പോക്കറ്റിൽ നിന്ന് വരുന്ന പണമാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ദുരന്തം നടക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഹയറിങ്ങിൽ, അഥവാ ആളുകളെ ജോലിക്കെടുക്കുന്നതിൽ. ഫണ്ടിംഗ് കിട്ടിയ ഉടൻ പല ഫൗണ്ടർമാരും ചിന്തിക്കും, ഇനി നമുക്ക് ടീം വലുതാക്കാം. ഉടൻ തന്നെ വലിയ ശമ്പളത്തിൽ മിഡ് ലെവൽ, ടോപ്പ് ലെവൽ മാനേജർമാരെയും മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകളെയും കമ്പനിയിലേക്ക് എത്തിക്കും. ഇതിനൊരു മികച്ച ഉദാഹരണമാണ് നമ്മൾ ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിൽ പലവട്ടം കണ്ടിട്ടുള്ളത്. പല പ്രമുഖ എഡ്ടെക് ഡെലിവറി സ്റ്റാർട്ടപ്പുകളും ഫണ്ടിംഗ് കിട്ടിയ ആവേശത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് ജോലിക്കെടുക്കും. എന്നാൽ പ്രോഡക്റ്റിന് കൃത്യമായി ഡിമാൻഡ് ഉണ്ടാക്കാൻ സാധിക്കാതെ വരുമ്പോൾ അടുത്ത 12 മാസത്തിനുള്ളിൽ അവർക്ക് പകുതിയിലധികം ജീവനക്കാരെ പിരിച്ചുവിടേണ്ടിയും വരും. ഇത് കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂവിനെ പൂർണ്ണമായും തകർത്ത് കളയും. നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ടീമിൽ ഇപ്പോൾ ഇരിക്കുന്ന 10 പേർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ നിങ്ങൾ പുതിയ 5 പേരെ കൂടി എടുത്ത് ചെയ്യിക്കാൻ പോകുന്നത്? ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ ഫണ്ടിംഗ് തുക എങ്ങനെ കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്യണം, അതായത് പല വിഭാഗങ്ങളിലേക്ക് മാറ്റിവെക്കണം. ഇതിനായി ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. നമുക്കതിനെ ദ പ്രോഫിറ്റ് ന്യൂസ് ഫണ്ടിംഗ് അലോക്കേഷൻ മാട്രിക്സ് എന്ന് വിളിക്കാം. നിങ്ങളുടെ പക്കൽ എത്തിയ തുകയെ പ്രധാനമായും 5 ഭാഗങ്ങളായി തിരിക്കണം. ഒന്നാമത്, പ്രോഡക്റ്റ് ആൻഡ് ടെക്നോളജി, 35% മുതൽ 40% വരെ. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മികച്ചതാക്കാൻ ഈ തുക മാറ്റിവെക്കണം. കാരണം ഉൽപ്പന്നം മോശമാണെങ്കിൽ എത്ര മാർക്കറ്റിംഗ് ചെയ്താലും കാര്യമില്ല. രണ്ടാമത്, കോർ ടാലന്റ് ആൻഡ് ഹൈ ROE ടീം, 20% മുതൽ 25% വരെ. നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കി തരുന്ന പ്രധാനപ്പെട്ട ജീവനക്കാർക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. 3, പെർഫോമൻസ് മാർക്കറ്റിംഗ് ആൻഡ് കസ്റ്റമർ അക്വിസിഷൻ, 20% മുതൽ 25% വരെ. വെറുതെ ബ്രാൻഡിംഗ് പരസ്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര രൂപ ചിലവാക്കിയാൽ ഒരു കസ്റ്റമറെ കിട്ടും എന്ന് കണക്കുകൂട്ടി അതിനായി മാത്രം ഈ തുക ഇൻവെസ്റ്റ് ചെയ്യുക. 4, വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് കംപ്ലയൻസ്, 10%. ലീഗൽ കാര്യങ്ങൾക്കും ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കുമായി ഇത് എപ്പോഴും റെഡി ആയിരിക്കണം. 5, ദ എമർജൻസി റൺവേ ബഫർ,
10%. ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഇൻഷുറൻസ് ആണ്. വിപണിയിൽ എന്ത് തിരിച്ചടി ഉണ്ടായാലും നിങ്ങളുടെ ഓഫീസ് സുഗമമായി മുന്നോട്ട് പോകാൻ ഈ 10% ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ തൊടാതെ സൂക്ഷിക്കണം. ശരിക്കും പറഞ്ഞാൽ പല ഫൗണ്ടർമാരും ഈ 5ാമത്തെ ബഫർ തുക സൂക്ഷിക്കാറേയില്ല. മാർക്കറ്റിൽ ചെറിയൊരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴേക്കും അവർ അടുത്ത ഫണ്ടിങ്ങിനായി ഇൻവെസ്റ്റർമാരുടെ മുന്നിൽ ക്യൂ നിൽക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടാകരുത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റർമാരെ നിങ്ങളുടെ ഫാൻസ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന റിപ്പോർട്ടിംഗ് സിസ്റ്റത്തെക്കുറിച്ചും നിങ്ങളുടെ കമ്പനിയുടെ ആയുസ് നിർണ്ണയിക്കുന്ന ആ മാജിക്കൽ കാൽക്കുലേഷനെ കുറിച്ചുമാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഫോർമുലയിലേക്ക് വരാം. സ്റ്റാർട്ടപ്പ് ലോകത്ത് ഇതിനെ വിളിക്കുന്നത് റൺവേ എന്നാണ്. സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇനി ₹1 പോലും വരുമാനം വന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം വെച്ച് എത്ര മാസം നിങ്ങൾക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഇത് കണക്കാക്കാൻ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. റൺവേ വിച്ച് ഇസ് ഇൻ മന്ത്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫണ്ടിംഗ് ലെഫ്റ്റ് ഡിവൈഡഡ് ബൈ മന്ത്ലി നെറ്റ് ബേൺ റേറ്റ്. ഇവിടെ നെറ്റ് ബേൺ റേറ്റ് എന്നാൽ നിങ്ങളുടെ പ്രതിമാസ ആകെ ചിലവിൽ നിന്നും നിങ്ങളുടെ വരുമാനം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന തുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ബാങ്കിൽ ₹1 കോടി ഉണ്ട്. നിങ്ങളുടെ മാസ ചെലവ് 5 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളുടെ റൺവേ 20 മാസമാണ്. അതായത് 20 മാസം കൊണ്ട് നിങ്ങൾ ഒന്നുകിൽ കമ്പനിയെ പ്രോഫിറ്റബിൾ ആക്കണം, അല്ലെങ്കിൽ അടുത്ത റൗണ്ട് ഫണ്ടിങ് സ്വന്തമാക്കണം. ഇത് നമ്മളൊരു വണ്ടി ഓടിക്കുന്നത് പോലെയാണ്. ടാങ്കിൽ എത്ര ലിറ്റർ ഡീസൽ ഉണ്ടെന്നും അത് വെച്ച് എത്ര കിലോമീറ്റർ വണ്ടി ഓടുമെന്നും ഡ്രൈവർക്ക് കൃത്യമായ ബോധ്യം വേണം. വഴിയിൽ കിടക്കാതിരിക്കാൻ ഈ റൺവേ കാൽക്കുലേഷൻ എല്ലാ മാസവും ഫൗണ്ടർമാർ റിവ്യൂ ചെയ്യേണ്ടതുണ്ട്. ഇനി പണം കിട്ടിയ ശേഷം പല ഫൗണ്ടർമാരും വരുത്തുന്ന അടുത്ത അബദ്ധം എന്തെന്നാൽ അവർ ഇൻവെസ്റ്റർമാരെ അവഗണിക്കാൻ തുടങ്ങും. ഫണ്ടിങ് കിട്ടുന്നത് വരെ എല്ലാ ദിവസവും വിളിക്കുന്നവർ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം ഒരു വിവരവും അയക്കാറില്ല. ഇത് ഇൻവെസ്റ്റർമാരിൽ വലിയ അവിശ്വാസമുണ്ടാക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മന്ത്ലി ഇൻവെസ്റ്റർ അപ്ഡേറ്റ്സ്. എല്ലാ മാസവും കൃത്യമായ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റർമാർക്ക് അയക്കുക. അതിൽ 3 കാര്യങ്ങൾ കൃത്യമായി ഉണ്ടായിരിക്കണം. നമ്മുടെ ഈ മാസത്തെ പ്രധാന നേട്ടങ്ങൾ, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, നമ്മുടെ കയ്യിൽ ഇനി എത്ര റൺവേ ബാക്കിയുണ്ട്. ഇത് കാണിക്കുമ്പോൾ ഇൻവെസ്റ്റർമാർക്ക് നിങ്ങളുള്ള വിശ്വാസം തീർച്ചയായിട്ടും വർദ്ധിക്കും. അടുത്ത റൗണ്ട് ഫണ്ടിംഗ് ആവശ്യമായി വരുമ്പോൾ അവർ നിങ്ങളെ വീണ്ടും സഹായിക്കാൻ താല്പര്യപ്പെടും. ആദ്യ ഫണ്ടിംഗ് എന്നത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിജയമല്ല, മറിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു പുതിയ തുടക്കം മാത്രമാണ്. ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനം വലിയ തുകയുടെ ഫണ്ടിംഗ് ആണോ അതോ കൃത്യമായ ഒരു ബിസിനസ് പ്ലാൻ ആണോ? നിങ്ങൾ ഫണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ ഫണ്ടിംഗ് എന്നും, പ്ലാനിങ്ങിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ പ്ലാനിംഗ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബിസിനസ് ഇൻ്റലിജൻസും അറിവുകളും ഇനിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ ആഴ്ചയും ഇതുപോലുള്ള ഡീപ്പ് ബിസിനസ് അനാലിസിസുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും. ഒരു പ്രധാന ബിസിനസ് തീരുമാനം എടുക്കുന്നതിന് മുൻപ് എപ്പോഴും ഇത് കേൾക്കുക.